ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടാറോ യൂണിവേഴ്സ് 11 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങൾ 2-3 വട്ടം ഡീപ് ബ്രീത്ത് എടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോടുള്ള യഥാർത്ഥമായ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു തരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൺ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം വിലമതിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരുന്നു. എന്ത് പറ്റി? നിങ്ങളുടെ പേഴ്സണ് ശോകമാണല്ലോ, ആള് സ്റ്റക്ക് അവസ്ഥയിലാണല്ലോ, ചെറിയ വിഷമതകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും കാർഡുകൾ എന്താണെന്ന് വിശദമായിട്ട് പറയാം. പേജ് ഓഫ് ഫണ്ട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റിലുണ്ടായ വഴക്കുകളെയും വേദനകളെയും കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. എന്നിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം. ഡബിൾ കാർഡ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ സ്റ്റക്കാണെന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഇത് തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല, തേർഡ് പാർട്ടി ഉള്ള ആൾക്കാർ മാത്രം അങ്ങനെ എടുക്കുക. ചില സമയത്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും സാഹചര്യമായിരിക്കാം. പാരൻസോ ജോലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ എന്ത് വേണമെങ്കിൽ ആവാം. എന്നിരുന്നാലും നിങ്ങളിൽ അവർക്ക് അഡിക്ഷനും ഒബ്സഷനും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഫിസിക്കലായിട്ടുള്ളൊരു ഇൻറ്റിമസി തോന്നുന്നുണ്ട്. നിങ്ങളായിട്ടുള്ളൊരു ഫിസിക്കൽ യൂണിയനെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് വണ്ട്സ് വെച്ച് ഇപ്പോഴുള്ള ഈ മുറിവുകളും സ്റ്റക്നെസ്സും തേർഡ് പാർട്ടിയും ഒക്കെ മറികടന്ന് നിങ്ങൾ